ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിവേ ഫസ്റ്റ് ഞാൻ ദൈവത്തോടും പിന്നെ എൻ്റെ ഫസ്റ്റ് ഒരു വ്ളോഗ് ഞാൻ ഇട്ടിരുന്നു, ഇൻട്രൊഡക്ഷൻ വീഡിയോ. അത് കണ്ടിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്ത്, കുറേ പേര് നല്ല കമൻറ്റുകളൊക്കെ ഇട്ടു, കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു. എന്താ പറയുക, നല്ല രീതിയിൽ പോട്ടെ, കൊള്ളായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി താങ്ക്സ് പറയേണ്ട അപ്പുച്ചേട്ടായിക്കും കുഞ്ചൂസിനുമാണ്. അവരുടെ വ്ളോഗിനകത്ത് എൻ്റെത് വീഡിയോ ഇട്ടിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ വ്യൂവേഴ്സ് വന്നത്. അപ്പോൾ അവരോടാണ് ആദ്യം നന്ദി പറയാത്. അതിങ്ങനെ ദൈവത്തോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് നല്ലതുപോലെ പറഞ്ഞു, കീപ് ഗോയിങ്, ഇനി ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞു. എനിവേ അത് ആദ്യം അത് തന്നെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇന്നത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ദുബായിൽ വന്നിട്ട് ഞാൻ എങ്ങനെ ജോബ് കണ്ടെത്തി, ഞാൻ എങ്ങനെയാണ് ഒരു റൂം കണ്ടെത്തിയത്, എനിക്കെങ്ങനെയാണ് ജോബ് കിട്ടിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് കരുതി. അപ്പം ഞാൻ അറിയാമല്ലോ, 2023 ഞാൻ ദുബായിലോട്ട് വരുന്നത്. പക്ഷെ ആ 2003 ഞാനെടുത്ത തീരുമാനം എന്തുകൊണ്ടും ബെറ്ററാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വിസിറ്റ് വിസ എടുത്ത് വരുന്ന ഇതിപ്പം റൂൾസ് ഭയങ്കരമായിട്ട് ചേഞ്ചായി. അതായത് നമ്മളിപ്പോൾ അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എനിക്ക് വേണ്ടിയേ വന്നില്ല. കാരണം 2003 ഇങ്ങനത്തെ റൂളേ ഇല്ലായിരുന്നു. റൂള് മാത്രമെന്നല്ല, ജസ്റ്റ് 2 month വിസിറ്റ് വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു, നേരെ കയറുമായിരുന്നു ചെയ്തത്. അപ്പം ചോദിക്കും എങ്ങനെയായിരിക്കും റൂം ഞാൻ ദുബായിൽ കണ്ടെത്തിയെന്ന്. ആക്ച്വലി ഞാൻ റൂം കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കസിൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കസിൻ ചേട്ടൻ മുഖേന ആളാണ് ആദ്യം റൂം സെറ്റാക്കി തന്നത്. ആ റൂം ഓൾറെഡി സെറ്റായി. പിന്നെ ഞാൻ വിസിറ്റ് വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു. പിന്നെ CV ഞാൻ ക്യാൻവ എന്ന് പറയുന്ന, ഞാൻ ആപ്പ് കൊടുക്കാം, ക്യാൻവ എന്ന് പറയുന്ന ആപ്പിലാണ് ഞാൻ എൻ്റെ CV ഞാൻ ഓൾറെഡി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. 8 years ഫ്രണ്ട്ലി CV അല്ലായിരുന്നു എൻ്റെ ആദ്യത്തെ CV. അതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ആദ്യം CV തയ്യാറാക്കിക്കൊണ്ട് വന്നത്. പിന്നെ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. മാക്സിമം നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കും. പിന്നെ ഞാനിവിടെ എന്താ പറയുക, ദുബായിൽ ഞാൻ ദുബായിൽ വരുന്നത് ദേര സിറ്റി സെൻറ്ററിലായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ അക്കോമഡേഷൻ. അവിടെ ഞാൻ വന്നു. പിന്നെ 2 month നല്ലപോലെ ജോബൊക്കെ സെർച്ച് ചെയ്തു. അറിയാലോ ഇവിടുത്തെ കുറേ ആപ്പുണ്ട്, ഇൻഡീഡ്, ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞ ആപ്പിലെല്ലാം കയറി ജോബിന് അപ്ലൈ ചെയ്തു. പക്ഷേ 2 മാസം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു പുറത്തിറങ്ങി. ഞാൻ ആക്ച്വലി 2023 ഞാൻ September 24 ദുബായിൽ വരുന്നത്. ആ സമയം എന്ന് പറയുമ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് ഒന്ന് തണുപ്പിലേക്ക് വരുന്നൊരു ടൈമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, ചൂടല്ലായിരുന്നു. പിന്നെ അറിയാലോ, നവംബർ, ഡിസംബർ, ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ല തണുപ്പുണ്ട് ഏകദേശം. അപ്പം എനിക്ക് വലിയ പാടില്ലായിരുന്നു. പക്ഷേ നല്ലപോലെ ജോലി അന്വേഷിച്ചു, അപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ വിസിറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 month വിസിറ്റ് വിസ എടുത്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതെന്തായാലും എക്സ്പയർ ആയി. ആ 2 മാസം നല്ലപോലെ ജോബൊക്കെ നോക്കി, പിന്നെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോബ് അപ്ലൈ തുടങ്ങി. ഞാൻ ദേരയിലാണല്ലോ നിന്നത്. അപ്പം ദേരയിൽ എന്നിട്ടാണ് ഞാൻ ജോബ് അന്വേഷിച്ചു. പിന്നെ അതിന് എക്സിറ്റൊക്കെ അടിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നമ്മുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുള്ളതാണ് ആദരി ചേച്ചി, അഭിലാഷ് ചേട്ടൻ. അവരിങ്ങനെ മെസ്സേജ് അയക്കുകയുണ്ടായി, വാവ ഇങ്ങനെ റൂമൊന്നും നോക്കണ്ട, ഞങ്ങളുടെ കൂടെ നിന്നോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ജസ്റ്റ് നിനക്കിവിടെ നിൽക്കുക, അപ്പോൾ റൂമിന് കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കാണുന്നതാണ്. നമ്മളെ ഡെയിലി നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന 2 ചേച്ചിയും ചേട്ടനുമാണ്. ചേച്ചിയുടെ അമ്മ നമ്മളുടെ ഒരു ബിഗ് ഫാനാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ 2 മാസം നിന്ന്. നിങ്ങൾ ഓൾറെഡി ആ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടുത്തെ പോയ കാര്യങ്ങളും അവിടുത്തെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവിടെയാണ് ഞാൻ 2 മാസം നിന്നത്. എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ചേച്ചിയും ചേട്ടനും. എന്താ പറയുക, നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ
നമ്മളെന്താ പറയുക, മെൻ്റലി നമ്മൾ ഡൗൺ ആയിരുന്ന സമയത്ത് പോലും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ട് മറക്കാൻ പറ്റാത്ത 2 വ്യക്തികളാണ് ആതിര ചേച്ചി, അഭിലാഷ് ചേട്ടൻ ആൻഡ് ബേബിയമ്മനെ അറിയില്ല, അവിടുത്തെ അമ്മയാണ്. ഞാൻ ഓൾറെഡി ഇനിയുള്ളൊരു വ്ലോഗിൽ അവരുടെ വീട്ടിൽ പോകുന്നത് ഞാൻ ആഡ് ചെയ്യാം, അവരെല്ലാം കാണിക്കാം. അവിടെയായിരുന്നു നിന്നത്. അവിടെ നിന്ന് എനിക്കൊരു ജോബ് സെറ്റായി. അവിടെ നിന്ന് ഞാനിങ്ങനെ ജോബ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നു, ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തു. അവരുടെ മുഖേന റെഫറൻസ് വഴി കുറേയൊക്കെ നോക്കി. അപ്പം വിസയുടെ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ജോബ് കിട്ടി, ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആയിട്ട്. അതായത് പുറത്തോട്ട് യൂറോപ്യൻ കൺട്രിയിലോട്ടൊക്കെ ആളുകളെ വിടുന്നൊരു കമ്പനിയായിരുന്നു. അവിടെ ഞാൻ കയറി. അവിടെ ഞാൻ 2 മാസം വർക്ക് ചെയ്തു. 2 മാസമായിട്ടും എനിക്ക് വിസയുടെ കാര്യത്തിൽ അവർ അങ്ങനെ വിസ അടിക്കുന്ന കാര്യത്തിലൊന്നും അവർ റിപ്ലൈ തന്നില്ല. ബട്ട് സാലറി ഉണ്ടായിരുന്നു, സാലറി കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. അവർ പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞത് 6 മാസം എന്തായാലും സുചിത്രേനെ നോക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എനിക്ക് 6 മാസം എന്തായാലും റിന്യൂ ചെയ്ത് നിൽക്കുന്ന കാര്യത്തിൽ ഭയങ്കര പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ വേറെ ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നത്. എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നത് ഇവിടുത്തെ ഇൻഡീഡ് എന്ന് പറയുന്ന ആപ്പിൽ അപ്ലൈ ചെയ്തിട്ടാണ്. അതിന് മുന്നേ ആ സ്കൂളിനെ കുറിച്ച് ഞാൻ അറിയാനായിട്ട് ഇടയായ ഒരു വ്യക്തിയുണ്ട്. അതും നമ്മുടെ വീഡിയോ കാണുന്നൊരു ചേച്ചിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം ആ ചേച്ചിയുടെ പേരാണ് സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചി ഇങ്ങനെ പറയാനുണ്ട്, ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. നമുക്ക് എന്താണോ ഹയർ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്, ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഞാൻ ഓൾറെഡി സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇവിടുത്തെ മോഫ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്കൂളിലായതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും ചെയ്യണമായിരുന്നു. അത് സ്കൂളിൽ മാത്രമല്ല വേറെ ജോബ് സെക്ടറിലും ആവശ്യമാണ്. നമുക്ക് വിസ അടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് നമുക്കൊരു ഹയർ പൊസിഷൻ നോക്കണമെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഇതുപോലത്തെ അറ്റസ്റ്റേഷൻ ചോദിക്കും സർട്ടിഫിക്കറ്റിന്. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോളാണ് വന്നത്, ഇതുപോലെ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ സ്കൂളിൽ കയറി. അപ്പോൾ ഈ ജോബ് കിട്ടുന്ന ആ ടൈമിൽ തന്നെ ഞാൻ ബെഡ് സ്പേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ 2 മാസം എന്തായാലും എന്നെ നല്ല രീതിയിൽ നോക്കുകയും സപ്പോർട്ട് ചെയ്ത് അതാണ് ആതിര ചേച്ചി, അഭിലാഷ് ചേട്ടാ. അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചേട്ടാ ഞാൻ മാറുവാണ്, ഇപ്പം എന്തൊരു ജോലിയായില്ലേ, ഇനി ഞാൻ തന്നെ നിന്നൊന്ന് എക്സ്പീരിയൻസ് ആകട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ എന്ന് എഴുതി. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നീ മാറിക്കോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, നിനക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ബെഡ് സ്പേസിലോട്ടാണ് മാറിയത്. അങ്ങനെ ജോബ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് 1 ഇയർ സ്കൂളിൽ നിന്നു. പിന്നെ അറിയാമല്ലോ, എൻ്റെ ആദ്യത്തെ ജോബാണ്, വിസ അടിച്ച് ഞാൻ കയറിയ ഫസ്റ്റ് ജോബാണ്. MRECD കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അറിയാമല്ലോ, കുറേ പേര് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, MRECD കിട്ടുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് എപ്പോഴായിരിക്കും ഇത് കിട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞ് അതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ മഴയാണ്, നല്ല മഴ ഇടിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ യുദ്ധം നടക്കുന്ന ഒരു സൈഡിൽ, അതുകൊണ്ട് മിക്കവർക്കും ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കും അത് കിട്ടിയോണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ റൂമിലായതുകൊണ്ട് കുഴപ്പമില്ല, ലാപ്ടോപ്പ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നു. എനിവേ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 മാസം കഴിഞ്ഞു. പിന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ, മെയിൻ ചാനലിനകത്ത് VR ലവിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം, അല്ല എൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പം നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സും മാത്രമല്ല, നമ്മളെ കുറേ സ്നേഹിക്കുന്ന, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാമിലി മെമ്പേഴ്സുണ്ട്, നമ്മളെ വീഡിയോ ഡെയിലി കാണുന്നവർ. ദുബായിലുണ്ട്, സൗദിയിലുണ്ട്, GCC കൺട്രിയിൽ കുറേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മെസ്സേജ് എന്നെ അയച്ചിരുന്നു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ വാട്സപ്പിൽ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അതായത് ഇവിടെ ഇതുപോലെ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടും. അതുപോലെ തന്നെ കുറേ അമ്മമാർ മെസ്സേജ്, കുറേ ചേച്ചിമാർ, അതുപോലെ കുറേ ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ മെസ്സേജ് ചെയ്തിരുന്നു, നമ്മളെ സ്നേഹിക്കുന്നവർ. അപ്പം എനിക്ക് അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാര്യം പറയാനായിട്ട് എല്ലാവരും കാണിച്ചാൽ മനസ്സിലാവും. കാരണം ആ സമയത്താണ് ആ ഒരു വ്ലോഗിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഓൺ ചാനലായതുകൊണ്ട് ഞാനതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പം അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറേ കോണ്ടാക്റ്റ് കിട്ടി, കുറേ നല്ല ആൾക്കാരോട് സംസാരിക്കാൻ പറ്റി, കുറേ നമുക്കിവിടെ കണക്ഷൻ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മാക്സിമം നമ്മൾ സംസാരിക്കുക. നമ്മളിപ്പോൾ പുറത്തൊരു ജോലി അന്വേഷിച്ച് പോയാലും
നമ്മൾ ആളുകളോട് സംസാരിക്കുക, എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലും കൂടും, അതുപോലെ തന്നെ നമുക്ക് കോണ്ടാക്റ്റ് കൂടും, കണക്ഷൻ കൂടും, അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് ഇൻഡീഡാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഇൻഡീഡ് വഴിയാണ് എനിക്ക് ഈ പറഞ്ഞ 2 ജോലിയും കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡീഡ് എനിക്ക് വർക്കായി. അപ്പോൾ അത് ഇനി വരുന്നവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻഡീഡ് വർക്കാകണമെന്നില്ല. പക്ഷേ ഇൻഡീഡുണ്ട്, നൗക്കറി ഉണ്ട്, അതുപോലെ തന്നെ സ്കിൽബി എന്ന് പറയുന്ന ആപ്പുണ്ട്. മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ആപ്പുകളിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിലാണ് ATS ഫോർമാറ്റ് CV വേണം, അല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ജോലിക്ക് സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. കറൻ്റ്ലി ഇപ്പം അറിയാലോ, ഇപ്പോൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം ജോബൊക്കെ ഇനിയിപ്പം വിസിറ്റ് വിസയിൽ വരുന്നവരാണെങ്കിൽ പോലും, അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ പോലും എന്താ പറയുക, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജോബ് കുറച്ച് കുറവാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു ഏതാണ് ബെറ്റർ ടൈം ദുബായിൽ ജോലി അന്വേഷിച്ച് വരാൻ പറ്റിയ ടൈം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ആക്ച്വലി അങ്ങനെ ടൈം ഇല്ല. പക്ഷേ എന്നെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ജൂൺ ജൂലൈ ആ ചൂട് സമയത്തൊക്കെ നല്ല ഹയറിങ് നടക്കുന്ന ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വേക്കൻസി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ ഇന്ന മാസമെന്ന് പറയാനെടുത്ത് പറ്റില്ല. നിങ്ങളെവിടെ ഇപ്പം നിങ്ങൾക്കൊരു നല്ല ജോബ് വേണം, നിങ്ങൾക്ക് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അതായത് അമ്മേനെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യം നോക്കി നിൽക്കണം, അല്ല സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ദുബായിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോബ് കണ്ടെത്താം. നിങ്ങൾക്ക് അതിനുള്ള എമൗണ്ടുമായിട്ട് നിങ്ങൾ വരിക. അറിയാലോ, ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ ആ എമൗണ്ട് കൂടെ നമ്മൾ കയ്യിൽ കരുതണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വലിയ പാടില്ല. പിന്നെ നല്ലപോലെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്നെപ്പോലെ ഉള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ എൻ്റെ ഏജിലുള്ളവർക്കും അതുപോലെ ഇനി ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്, ഈ 2023 തൊട്ട് 2026 വരെയുള്ളത്. അപ്പം ഇന്നത്തെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എനേബിൾ ആക്കി ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.